ഹായ് ഓൾ, വിവോസിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ നോർമലി ചെയ്യുന്നൊരു കണ്ടന്റ് ആയിരിക്കില്ല. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ കട്ട് ഓഫ് അനാലിസിസ് ആൻഡ് ഡീറ്റെയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഈ കഴിഞ്ഞ 28-ാം നടന്ന എക്സാമിൻ്റെ. അപ്പോൾ നമുക്ക് സമയം കളയാതെ ആദ്യത്തെ പോർഷനിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് കട്ട് ഓഫ് അനാലിസിസിലേക്ക് പോവാം. ഓക്കെ, നമുക്കറിയാം ഈ ഒരു എക്സാം അതിൻ്റെ ഒരു 45,000-ഓളം ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. അതിലൊരു 40,000 ആളുകൾ എക്സാം എഴുതി എന്നൊരു അസംഷനിലാണ് നമ്മൾ അനാലിസിസ് തുടങ്ങുന്നത്. സോ അതിന് മുന്നേ കുറച്ച് കാര്യം പറയാനുണ്ട്. അപ്പോൾ എക്സാം കഴിഞ്ഞ ഉടനെ ഒരു 2-3 ദിവസത്തേക്ക് ഞങ്ങൾക്ക് എന്താ പറയുക, ഒരുപാട് പേര് ഒരുപാട് സ്കോറുണ്ട് എന്ന് ചില അഭ്യൂഹങ്ങളൊക്കെ പരത്താറുണ്ട്. ഇത് പണ്ട് തൊട്ടേ ഉള്ള ഒരു പ്രവണതയാണ്. ഞങ്ങൾ ഈ ഫീൽഡിൽ, ഈ എക്സാം ബേസ്ഡ് ഫീൽഡിൽ കഴിഞ്ഞൊരു 6 വർഷമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ അന്ന് തൊട്ടേ കണ്ടുവരുന്നൊരു പ്രവണതയാണ്. എക്സാം കഴിഞ്ഞ ഉടനെ നമ്മൾ നോർമലി നമുക്കറിയാം ഏകദേശം ഇത്ര സ്കോർ വരുന്നു, അതിനും കൂടിയൊരു സ്കോറുണ്ട്. അതായത് ഇപ്പോൾ ഈ എക്സാം പറഞ്ഞാൽ തന്നെ എനിക്ക് 85 ഉണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. മീൻസ് അങ്ങനെയുള്ള മെസ്സേജുകൾ കേട്ടു എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. എന്തെങ്കിലും ആരോ എവിടെയോ ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടു എന്ന് വെച്ചിട്ട് അത്രയും വലിയ സ്കോറുണ്ട് എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇങ്ങനെയൊക്കെ പറയുന്ന സ്കോറുകളുടെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ശരിക്കും ഉള്ളതായിട്ടുള്ളൂ, അല്ലാതെ എല്ലാം ഒന്നും സത്യമല്ല. ഈവൻ കഴിഞ്ഞ PWD ഇറിഗേഷൻ എക്സാംസുകൾക്ക് തന്നെ ആദ്യത്തെ ആഴ്ചകൾ കേട്ട സ്കോറുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു വ്യത്യാസം ഒന്നും. പക്ഷേ ഇതൊന്നും റിസൾട്ട് വരുമ്പോൾ ഈ സ്കോറുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആ റിസൾട്ടിൽ കാണാൻ കഴിയില്ല. അപ്പോൾ ആ രീതിക്കുള്ള പ്രചരണങ്ങൾ നിങ്ങൾ ചെവി കൊടുക്കാതിരിക്കുക ആണ് ആദ്യം പറയാനുള്ളത്. ഇനി നമുക്ക് അനാലിസിസിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ്ലി ഏകദേശം 40,000 ആപ്ലിക്കൻസ് എക്സാം എഴുതി എന്ന് നമ്മൾ പറയുന്നു. ഇനി നമ്മൾ പലയിടത്തും പല പോളുകളും കണ്ടക്ട് ചെയ്തു, പല പോളുകളുടെ റിസൾട്ടും നമ്മൾ കണ്ടു. അങ്ങനെ വെച്ചൊരു അനാലിസിസിൽ നമുക്ക് തോന്നിയ, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ്ലി ഇതിൽ പ്രിപ്പയർ ചെയ്ത് എഴുതിയവരെന്ന് പറയുന്നത് വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ്. ഓക്കെ, അല്ലാതുള്ളവർ പ്രിപ്പയർ ചെയ്തെന്ന് പറയാൻ പറ്റില്ല. എക്സാം ഉണ്ടോ, എക്സാം അപ്ലൈ ചെയ്തു, ബുക്കുകൾ വാങ്ങിച്ച് കാണും, പക്ഷേ അതിന് പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പ്രിപ്പയർ ചെയ്ത് എഴുതിയവർ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ്. അപ്പം അതിൻ്റെ പേരിലും പിന്നെ വളരെ ഹൈ സ്കോർസ് ഉള്ള പോളുകളൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നമ്മൾ പറയുകയാണ് ഓൾമോസ്റ്റ് ഒരു 65 to 75% ആളുകളുടെയും സ്കോർ എന്ന് പറയുന്നത് ലെസ് ദാൻ 40 ആണ്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, പഠിച്ചെഴുതിയവർക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് രീതിക്ക് പ്രിപ്പയർ ചെയ്ത് പോയവർ ആണെങ്കിലും അവരുടെ സ്കോറുകൾ ലെസ് ദാൻ 40 ആയിരിക്കും. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് 40 to 50 റേഞ്ചാണ്. ഇതിൽ വരുന്നത് അത്യാവശ്യം പ്രിപ്പയറൊക്കെ ചെയ്തു, എന്നാൽ അത്രയ്ക്ക് ലെവൽ ആയിട്ടുള്ള പ്രിപ്പറേഷനിൽ എത്തിയില്ല. ആ ഒരു കാറ്റഗറി വരുന്ന ആളുകളാണ് ഇതിൽ വരുന്നത്. ഇതിലാണ് ഇപ്പോൾ ഒരു ഭൂരിഭാഗം ആളുകളും പ്രിപ്പയർ ചെയ്തവരിൽ ഭൂരിഭാഗം ആളുകളും വരുന്നത് ഈ ഒരു റേഞ്ചിലാണ്, 40 to 50. നമുക്കതൊരു 20 to 25% ആളുകൾ ഈ ഒരു റേഞ്ചിൽ വന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ഏകദേശം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു 45, 46, 47 റേഞ്ച്, അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്ത 50-ക്ക് മുന്നേ അല്ലെങ്കിൽ 50-ക്ക് തൊട്ട് താഴെ ആ റേഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 20 to 25% ആളുകൾ ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഈ ഒരു മാർക്ക് റേഞ്ചിലാണ് വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനിയാണ് ക്രൂഷ്യലായിട്ടുള്ള എബവ് 50 റേഞ്ച്. എബവ് 50 റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പേരൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 to 4% ആളുകൾ മാത്രമേ, അതായത് എക്സാം എഴുതാൻ 2 to 4% എന്ന് പറഞ്ഞാൽ 40,000-ന് 2 to 4% ആണ്. 40,000-ന് 2% എന്ന് പറയുമ്പോൾ ഏകദേശം എത്രയാണ്? 800 ആണ് വരുന്നത്. അപ്പോൾ ഈ 800 ആളുകൾ മാത്രമേ, അല്ലെങ്കിൽ 2 to 4%, 800 ഞാൻ കൃത്യമായി പറയുന്നില്ല, 2 to 4% ആളുകളെ ഈ 50-ക്ക് മുകളിൽ സ്കോർ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കണം കട്ട് ഓഫ് ഉണ്ട്. കാരണം നമ്മുടെ LSTD ആണ്, LSTD ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ഓഫ് പറയുന്നത്. കാര്യം അതിനാണ് ഏറ്റവും വേക്കൻസി ഉള്ളത്. അപ്പോൾ ആ വേക്കൻസി ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളെ കട്ട് ഓഫ് നമ്മൾ പറയുന്നത്. സോ ഏകദേശം ഒരു 250 വേക്കൻസി LSTDക്ക് വന്നാലും നമുക്ക് ഇൻറ്റു 3 ടൈംസ് ആളുകളെ അവർ മെയിൻ ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏകദേശം 750 മുതൽ 800 ആളുകളെ അവർ ഈ LSTD ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജോലി കിട്ടാൻ വേണ്ടി സഫിഷ്യൻ്റ് ആണ് നമ്മൾ പറയുന്നില്ല, പക്ഷേ ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യമാണ് കട്ട് ഓഫ്. ആ കട്ട് ഓഫിൽ ഇത്രയും പേര് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു അനാലിസിസും നമ്മൾ ഈ 2 to 4% വരുന്ന ഒരു അനാലിസിസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 52 ± 3 ഈ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും കട്ട് ഓഫ് വരുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ PWDക്ക് ഇറിഗേഷനും നമ്മൾ സ്റ്റഡീസൊക്കെ നടത്തിയിട്ട് കട്ട് ഓഫ് നമ്മൾ സ്റ്റഡി ചെയ്ത് വെച്ചെങ്കിലും യൂട്യൂബ് ചാനൽ വഴിയൊന്നും നമ്മൾ പബ്ലിഷ് ചെയ്തിരുന്നില്ല. പക്ഷെ ആ സമയത്തും ഒരുപാട് പേര്, ഇപ്പോൾ PWD തന്നെ എടുക്കുകയാണെങ്കിൽ അന്ന് 60 പ്രൊഡക്റ്റ് ചെയ്ത പലരും ഉണ്ടായിരുന്നു. ഒരുപാട് നിങ്ങൾക്ക് തന്നെ പഴയ വീഡിയോസ് അല്ലെങ്കിൽ പഴയ സംഭവങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അന്ന് 60 പ്രൊഡക്റ്റ് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വന്നില്ല. നമുക്കന്ന് നമ്മൾ ഡേറ്റ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് അത്ര ഇല്ലായിരുന്നു. നമ്മളൊരു 52, 55 അതിന് താഴെയുള്ള റേഞ്ച് തന്നെയാണ് നമ്മൾ അന്ന് കാൽക്കുലേറ്റ് ചെയ്തത്.
അപ്പോൾ അതുപോലൊക്കെ തന്നെ ഇനി വരുമോ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ നമ്മൾ പറയുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 52 ±3 ആണ്. സോ ഇനി നമുക്ക് അടുത്ത സെറ്റർ വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് നമ്മുടെ പാർട്ട് 2 വീഡിയോയിലേക്ക് കടക്കാം. പാർട്ട് 2 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷൻ ഡിസ്കഷനാണ്. ആദ്യമേ തന്നെ എല്ലാവർക്കും നന്ദി പറയുന്നു. കാരണം നമ്മുടെ ബുക്ക് പർച്ചേസ് ചെയ്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. അവരൊക്കെ പേഴ്സണലി വിളിച്ച് ഈ ബുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് നമ്മളെ അറിയിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷം. ഇവർക്കും എൻ്റെ എക്സ്പ്ലനേഷൻ പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റിയെന്നാണ് പറഞ്ഞത്. എല്ലാത്തിനും നന്ദി. ഓക്കെ, ഇനി നമുക്ക് ഈ ബുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാം. ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് നമുക്ക് നോക്കാം. അതായത് ഈ പേപ്പറിൽ എന്തൊക്കെയാണ് ചോദിച്ചത്, ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നതെന്ന് നോക്കാം. ഇപ്പം ഈ ഒരു ചാർട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. അവിടെ നിന്ന് 24 ക്വസ്റ്റ്യൻ ആണ് വന്നത്. അതിനുശേഷം ബിൽഡിംഗ് മെറ്റീരിയൽസ്, എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ് 10 വെച്ചിട്ടാണ് വന്നത്. ഇനി അതിനുശേഷമാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് വന്നത്. പൊതുവെ കൂടുതൽ ക്വസ്റ്റ്യൻസൊക്കെ ബിൽഡിംഗ് മെറ്റീരിയൽസ് വരുമായിരുന്നു, പക്ഷേ ഇത്തവണ കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. പിന്നെ മെക്കാനിക്സ്, സോളിഡ് സ്ട്രക്ചേഴ്സ്, ബാക്കി സബ്ജക്ട്സ് എല്ലാം അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. ഉള്ളത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇനി എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻ ആക്സിയൽ ടെൻസൈൽ ഫോഴ്സ് ഇസ് ആക്ടിംഗ് ഓൺ എ ബോഡി ആൻഡ് normal strain in an axial direction is 1.2 mm/meter. The Poisson's ratio is 0.32. What will be the volumetric strain? Options: A 3.32 × 10⁻⁴, B 4.32 × 10⁻⁴, C 5.32 × 10⁻⁴, and D 6.32 × 10⁻⁴. സോ ഇതിൽ നമുക്ക് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് എക്സ് ഡയറക്ഷനുള്ള സ്ട്രെയിൻ, അതായത് എക്സ് ഡയറക്ഷണൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ 1.2 തന്നിട്ടുണ്ട്. പോയിസൺസ് റേഷ്യോ തന്നിട്ടുണ്ട് 0.32. ഇനി വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത് εx + εy + εz ആണ്. പക്ഷെ നമുക്ക് ഇതിനകത്ത് εy εz അറിയില്ല. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് εy = εz - μ × εx ആണ്. εxൻ്റെ വാല്യൂ അറിയാം, അതിൽ നിന്ന് നമുക്ക് εy കണ്ടുപിടിക്കാം. ഇനി വോളിയോമെട്രിക് സ്ട്രെയിൻ ഇനി കണ്ടുപിടിക്കാൻ വേണ്ടി εx + εy + εz സം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. ആൻസർ 4.32 × 10⁻⁴. Next question. The major and minor principal stresses at the point are 2.5 MPa and -2 MPa respectively. The maximum shear force at this point is options: A 0, B 0.25 MPa, C 2.05 MPa, D 2.25 MPa. ആൻസർ ഡി ആണ്. ഇതിൽ ഷിയർ ഫോഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഷിയർ സ്ട്രെസ് ആണ് നമുക്ക് ആവശ്യമുള്ള കാര്യം. അപ്പം സിഗ്മ മേജർ ആൻഡ് സിഗ്മ മൈനർ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ സിഗ്മ മേജർ മൈനർ ബൈ 2. നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ 2.25 MPa കിട്ടും. ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മുടെ ബുക്കിൽ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ചാപ്റ്റർ 2 ക്വസ്റ്റ്യൻ നമ്പർ 24 എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഈ ഇക്വേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ആ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് പഠിച്ചായിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ cantilever beam of 5 meter carries a uniformly distributed load of 10 kN/m throughout the span. What is the maximum bending moment? Options: A 125 kN/m, B 150 kN/m, C 175 kN/m, D 200 kN/m. So the answer is option A 125 kN/m. നമുക്കൊരു കാൻലിവർ ബീം ഉണ്ട്, അല്ലെങ്കിൽ UDL ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം മിനിമം ഇക്വേഷൻ വരുന്നത് WL²/2 ആണ്. അപ്പോൾ W ഉണ്ട് 10, L ഉണ്ട് 5. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ 125 kN/m കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സുഖമായിട്ട് ആൻസർ ചെയ്യാം. ബുക്കിനകത്ത് നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A simply supported beam of span L is subjected to a constant load of W at its midspan and uniformly distributed load of equality W. What is the total deflection of the beam at the midpoint? Options: A WL3/384 EI, B 5/384 WL3 EI, C 13 WL3/384 EI, D 14 WL3/384 EI. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കതൊരു UDL കോൺസ്റ്റന്റ് ലോഡുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വാലിറ്റി ലോഡ് എന്നൊരു രീതിക്കാണ് നമുക്ക് UDL തന്നിരിക്കുന്നത്. ഇപ്പോൾ ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് UDL കാരണവും ആ കോൺസ്റ്റന്റ് ലോഡുകൂടെ ചേർത്തിട്ടുള്ള അതിൻ്റെ സമ്മായിരിക്കും നമുക്ക് ടോട്ടൽ ഡിഫ്ലക്ഷൻ വരുന്നത്. നമുക്കറിയാം ഒരു UDL ഉണ്ടെങ്കിൽ അതിനകത്തുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്ന് WL3/384 EA ആണ്. അപ്പോൾ ഇതിൽ ഈ ഇക്വേഷനിലെ W എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് യൂണിറ്റ് ലോഡ് പെർ മീറ്റർ ഇൻറ്റു ടോട്ടൽ ലെങ്ത് ആണ്. ഈ W എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ W എന്ന് പറഞ്ഞാൽ സ്മോൾ w × L ആണ്. അല്ലായിരുന്നെങ്കിൽ നമ്മൾ നോർമലി പഠിച്ചു വെക്കുന്ന ഇക്വേഷൻ 5/384 W⁴/EA ആണ്. പക്ഷേ ഇവിടെ 5/384 WL3/EA വരാൻ കാരണം ആ W എന്ന് പറയുന്നത് ടോട്ടൽ വെയിറ്റ് ആണ്, അല്ലെങ്കിൽ ടോട്ടൽ ലോഡാണ്. ഇനി കോൺസ്റ്റന്റ് ലോഡ് വരാനുള്ള ഇക്വേഷൻ നമുക്കറിയാം WL3/48EI. ഈ രണ്ട് ഇക്വേഷൻ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അതാണ് 13/384 WL3/EA എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ ക്വസ്റ്റ്യൻ നമ്പർ 16 and 18 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Slenderness ratio is the ratio of effective length to options A actual length, B radius of gyration, C factor of safety, D stress. ആൻസർ ഇസ് ഓപ്ഷൻ ബി റേഡിയസ് ഓഫ് ഗൈറേഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഇത് നമ്മുടെ ബുക്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ഓഫ് എ യൂണിഫോം ബീം ഓഫ് സ്പാൻ എൽ and fixed at its ends subjected to a uniformly distributed load of intensity W per unit length is options A WL square by 8, B WL square by 10, C WL square by 12 and D 5L square by 12. ആൻസർ ഇസ് ഓപ്ഷൻ സി WL square by 12. ഇത് നമുക്ക് ബേസിക് ആയിട്ട് കാണാതെ പഠിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാല്യൂ തന്നെയാണ്. ഇപ്പോൾ UDL ഉണ്ട്, കോൺസ്റ്റന്റ് ലോഡ് ഉണ്ട്, അങ്ങനെ പല ലോഡിങ് കണ്ടീഷൻസിന് ഫിക്സ്ഡ് എൻഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് വാല്യൂ വരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് നമ്മുടെ ബുക്കിലുണ്ടായിരുന്നു. What is the maximum positive shear force at the cutoff span at a section C from the left end when a uniformly distributed load longer than the span of intensity 20 kN per meter crosses the span of 12 meter? അപ്പോൾ നമുക്ക് UDL തന്നിട്ടുണ്ട്, സ്പാൻ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാൻ എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് A 50 kN, B 57.5, C 60 and D 67.5. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 67.5 ആണ്. പലരും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആയിട്ടാണ് രേഖപ്പെടുത്തുന്നത്. കാരണം ജസ്റ്റ് UDL എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ സി ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആ ഒരു UDL സി എന്നൊരു പോയിന്റ് കഴിയുമ്പോൾ അല്ല സി എന്നൊരു പോയിന്റ് ജസ്റ്റ് പാസ് ചെയ്യുമ്പോഴേ നമുക്ക് ആ മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് വരുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടുകയുള്ളൂ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള സ്റ്റെപ്സാണ് നമ്മൾ ഇതിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ 67.5 വരും. അതാണ് നമ്മുടെ നോട്ടിൽ കൊടുത്തിരിക്കുന്നത്. എൻറ്റയർ സെക്ഷനിൽ നമ്മൾ ലോഡ് ചെയ്യുകയാണെങ്കിൽ 60 കിട്ടും. പക്ഷെ അത് ശരിയല്ല. നമുക്ക് വേണ്ടത് മാക്സിമം ഷിയർ ഫോഴ്സ് അറ്റ് സി ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ UDL CB എന്നൊരു സ്പാനിൽ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് മാക്സിമം ഷിയർ ഫോഴ്സ് കിട്ടുള്ളൂ. അങ്ങനെ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് 67.5 എന്നൊരു ആൻസർ കിട്ടുന്നത്. അത് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The horizontal thrust of a 2-inch arch which carries a UDL of W per unit runs over its entire span. The span is L and rise H. Options A WL square by 8H, B 8L square by H, C WL square by 4H and D 4L square by H. ആൻസർ വരുന്നത് WL square by 8H ആണ്. അപ്പം 2-inch ആർച്ച് ആയാലും 3-inch ആർച്ച് ആയാലും നമുക്ക് സെയിം ഇക്വേഷനാണ് ഹൊറിസോണ്ടൽ ത്രസ്റ്റിന് വേണ്ടിയിട്ട് വരുന്നത്. അത് UDL ആണെന്നുണ്ടെങ്കിൽ. Okay, option. Next question. The point of contraflexure is the point where options A shear force changes sign, B shear force is minimum, C bending moment changes sign, D bending moment is maximum. Answer is option C bending moment changes sign. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പരീക്ഷ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In the moment distribution method, the sum of distribution factors of all the members meeting at a joint is always option A 0, B less than 1, C 1 and D greater than 1. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നോർമലി നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ സം എന്ന് പറയുന്നത് 1 ആയിരിക്കും. ആ ഒരു ജോയിൻ്റ് അബൌട്ടായിട്ട് നമ്മൾ ആ ബുക്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ ഡെപ്ത് ഓഫ് എ പോയിന്റ് ബിലോ ദ വാട്ടർ സർഫസ് ഇൻ സി where the pressure intensity is 1.006 MPa? Take specific gravity of water as 1.026 and specific gravity of വാട്ടർ as 9810. നേരത്തെ ഉള്ളത് സീ വാട്ടർ ആണ്. സീ വാട്ടറിന് ഫിസിക്കൽ ഗ്രാവിറ്റിയാണ് 1.026 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് എ 0, B 9.81, C 49.05 and D 100. നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നമുക്കറിയാം P =ρgh. P തന്നിട്ടുണ്ട്, റോ അറിയാം, H ഉണ്ട്. അപ്പോൾ നമുക്ക് P എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടും. അതിൽ നമുക്ക് H ആണ് ആവശ്യമായിട്ടുള്ള വാല്യൂ. ഓക്കെ, അപ്പോൾ H നമുക്ക് സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 100 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. A uniform wooden cylinder has a specific gravity of 0.8. Find the ratio of submerged height to the length of cylinder so that it will just float upright in a state of neutral equilibrium water. Options A 0.4, B 0.53, C 0.8, D 1. നമുക്ക് ആൻസർ വരുന്നത് സി ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫിഗറിൽ കാണാം ഒരു സിലിണ്ടർ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഹൈറ്റ് ഡെപ്തിൽ മുങ്ങി പോകുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആർക്കിമെറ്റിക് പ്രിൻസിപ്പിളിൽ വെച്ചിട്ടാണ് നമുക്ക് സോൾവ് ചെയ്യാം. വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് ഈക്വൽ വെയിറ്റ് ഓഫ് സിലിണ്ടർ. രണ്ട് സൈഡിലും വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്തത് നമുക്കറിയാം. ഡെൻസിറ്റി ഇൻറ്റു വോളിയം രണ്ട് സൈഡിൽ ചെയ്തിട്ടുണ്ട്. സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടി എന്താണ് H/H = 0.8. വളരെ സിമ്പിളായ പ്രോബ്ലം ആണ്. ഇതുപോലൊരു സിമിലർ പ്രോബ്ലം നമ്മൾ അഡീഷണൽ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ്റെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസിനകത്ത് നിന്നുള്ള ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇതിൽ PSCക്ക് അതേപോലെ ചോദിച്ചിരിക്കുന്നത്. പുതിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മുടെ ബുക്കിൽ അത് അഡീഷണൽ പ്രാക്ടീസ് പ്രോബ്ലം എന്നുള്ള രീതിക്ക് വർക്കൗട്ട് ചെയ്തിരുന്നതാണ്.
The next question, which one of the velocity components sets given below satisfies the continuity equation? Options: A, u is equal to 2x, v is equal to minus 2y, b, u is equal to x plus y, v is equal to x minus y, c, u is equal to 2x square plus y, v is equal to 4x minus y, and d, none of this. സോ ഇതിൽ ആൻസേഴ്സ് വരുന്നത് ശരിക്കും എയും ബിയും കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഓപ്ഷൻ എയിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഓപ്ഷൻ ബിയിലും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈ നമുക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0 ആണ് വരുന്നത്. സോ ഓപ്ഷൻ എയും ബിയും ഈ ക്വസ്റ്റ്യൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. ഈ ഒരു ക്വസ്റ്റ്യനും ഇതേപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മൾ അഡീഷണൽ ക്വസ്റ്റ്യൻസ് എന്നുള്ള ഓപ്ഷനിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളത് വൃത്തിയായിട്ട് നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് സുഖമായി ഇത് ആൻസർ ചെയ്യാമായിരുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a triangular V node channel is conveying a discharge of 0.7 meter cube per second. If the percentage error in measuring the head is 1.2%, the percentage error in discharge is options A 1.2%, B 1.4, C 2.2 and D 3%. Answer option D ആണ് 3%. ഇപ്പോൾ ഒരു ട്രയാങ്കുലർ V notch ആണെങ്കിലുള്ള ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 8/15 CD in root 2 sin tan theta by 2 into h⁵5/2. അപ്പോൾ ഇതിൽ നമ്മൾ Q എന്ന് പറയുന്നത് h⁵5/2 എന്ന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് dQ/Q is equal to 5/2 dh/h. നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. ചേഞ്ച് ഇൻ ഹെഡ് ഉണ്ട് 1.2 ഉണ്ട്. അപ്പോൾ അതിനെ 5/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും എന്താണ് 3%. ഇതേ ക്വസ്റ്റ്യൻ വാല്യൂസ് മാറ്റിയിട്ട് നമ്മളെ ക്വസ്റ്റ്യൻ മീൻസ് നമ്മുടെ ബുക്കിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the number of buckets on the periphery of a Felton wheel is where D is the mean diameter of the Felton wheel and D is the least diameter of the jet. Options A d by d plus 5, B d by 2d plus 5, C d by 2d plus 15 and d by 2d plus 20. സോ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് ബക്കറ്റ്സ് ഓൺ പെൽട്ടൺ വീൽ എന്ന് പറയുന്നത് ഈ സൈഡ് ഈക്വൽ ടു 15 + 0.05. ജെറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി. സോ ആൻസർ എന്ന് പറഞ്ഞാൽ 15 + d/2d ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 16, the maximum average depth due to one day storm over an area of 100 km is 15. Depth area calculation curve indicates that for the same area, maximum average depth for a 3-hour storm will be option A 7.5, B less than 7.5, C 15 and D more than 15. ഇതിൽ ശരിക്കും ആൻസർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്ക് ഡെപ്ത് ഏരിയ കർവ് അല്ലെങ്കിൽ DAD കർവ് പ്രകാരം മാക്സിമം ഡെപ്ത് ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ഡ്യൂറേഷൻ. അപ്പം റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഡെപ്ത് കുറയുകയാണ് വേണ്ടത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 15. അതാണ് ഇതിന് വരേണ്ടിയിരുന്നത്. പക്ഷേ ഓപ്ഷൻസിൽ അതില്ല. നമ്മൾ റെഫറൻസ് എടുത്തിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ഹൈഡ്രോളജി K. സുബ്രഹ്മണ്യ ചാപ്റ്റർ 2-ലാണ് റെഫറൻസ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17, ഇഫ് ദ ഡെപ്ത് is 7.24 centimeter on a field over a base field of 12 days, then the duty is option A 100 hectare per cubic, B 124 hectare per cubic, C 1432 hectares per cubic and D 1725 hectares per cubic. ആൻസർ എന്ന് ഓപ്ഷൻ സി ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഫോമിലാണ്. D = 8.64 B by D മീൻസ് ഡെൽറ്റ = 8.64 B by D. നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ 1432 hectares per cubic. യൂണിറ്റ് ടൈം ശ്രദ്ധിക്കുക, ഡെൽറ്റയുടെ മീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ബുക്കിനകത്ത് റെഫറൻസ് ഉള്ളതാണ്. Next question, the intensity of irrigation is the percentage of options A percentage of gross command area to be irrigated annually, B percentage of culturable command area to be irrigated annually, C percentage of minimum land area to be irrigated annually and D percentage of total land area to be irrigated annually. Answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. Percentage of culturable command area to be irrigated annually. Next question, a channel designed by Lacey's theory has velocity of 1.5 meter per second. If the silt factor is 1, then the hydraulic mean radius of the channel is option A 3.75, B 4.25, C 4.5 and D 4.75. ഓക്കെ, ഈ ഓപ്ഷൻസിൽ ഇതിൻ്റെ ആൻസർ അവൈലബിൾ അല്ല. ആസ് വെൽ ലേസീസ് തിയറി ഹൈഡ്രോളിക് മീൻ റേഡിയസ് എന്ന് പറഞ്ഞാൽ 5/2 v²/f ആണ്. അപ്പോൾ വെലോസിറ്റി നമുക്ക് 1.5 മീറ്റർ പെർ സെക്കൻഡ് എടുക്കാം. സിൽ ഫാക്ടർ തന്നിട്ടുണ്ട്, സിൽ ഫാക്ടർ 1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് 5.625 ആണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ അതിൽ അവൈലബിൾ അല്ല. ഇതേപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ ചെയ്തിട്ടുണ്ട്, ബുക്കിനകത്ത് കിടപ്പുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് എ റിസർവർ ഇസ് 80 lakh meter cube and dead storage is 8,000 m3. If average volume of sediment deposition is 100 m3, the usefulness of reservoir will start reducing after options A 20 years, B 40 years, C 80 years and D 160 years.
അപ്പം ഇതിൽ ആൻസർ ഓപ്ഷൻ സി ആണ്. ഡെഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ഡെഡ് ആയിട്ടുള്ള സ്റ്റോറേജ്. അപ്പോൾ ആ സ്റ്റോറേജിൽ അത്രയും സ്റ്റോറേജ് നമ്മൾ ഡെഡ് സ്റ്റോറേജ് ആയിട്ടാണ് കണക്കൂട്ടുന്നത് ഡാമിനകത്ത്. അപ്പോൾ ആ ഡെഡ് സ്റ്റോറേജിലേക്കാണ് ഓരോ വർഷവും 100 m³ വീതം നമ്മൾ സിൽറ്റിൻ്റെ സെഡിമെൻറ്റ്സ് വന്ന് വീഴുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര വർഷം കൊണ്ട് ഈ ഡെഡ് സ്റ്റോറേജ് ഫുള്ള് കംപ്ലീറ്റ് ആകുമെന്ന് നമുക്ക് നോക്കാം. ഡെഡ് സ്റ്റോറേജിൻ്റെ മുകളിലേക്ക് ഈ സിൽറ്റ് ഡെപ്പോസിഷൻ പോവുകയാണെങ്കിൽ അത് നമ്മളെ സ്റ്റോറേജ് കപ്പാസിറ്റി റിസർവറിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ എത്ര സമയം കൊണ്ടാണ് ഡെഡ് സ്റ്റോറേജ് ഫില്ല് ആവുന്നു എന്നാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഉത്തരമായി കൊടുക്കേണ്ടത്. 8000/100 it gives the answer as 80. Next question, the value of property or a structure becomes less by it's becoming out of date in style in structural design, etc., which is termed as option A capital cost, B salvage value, C obsolescence, and D loss of rent. ആൻസർ ഓപ്ഷൻ സി ആണ്. ഒബ്സൊലൻസ് ആണ് ആൻസർ വരുന്നത്. സോ ഇതും നമ്മൾ ബുക്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒബ്സൊലൻസും ഉണ്ട്, സാൽവേജ് വാല്യൂ ഉണ്ട്. സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി പീരീഡിൻ്റെ എൻഡിൽ ഉള്ള പ്രോപ്പർട്ടിയുടെ വാല്യൂ ആണ്. അത് ഡിസ്മാൻഡിൽ ചെയ്യാതുള്ള വാല്യൂ ആണ് സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20, ദ ബുക്ക് വാല്യൂസ് ദ എമൗണ്ട് ഷോൺ ഇൻ ദ അക്കൗണ്ട് ബുക്ക് ആഫ്റ്റർ അലവിംഗ് നെസസറി ഓപ്ഷൻസ് എ ടാക്സസ്, ബി സ്ക്രാപ്പ് വാല്യൂ, സി ഡിപ്രീസിയേഷൻ, ഡി ലോസ് ഓഫ് റെന്റ്. ആൻസർ എന്ന ഓപ്ഷൻ സി ഡിപ്രീസിയേഷൻ ആണ്. അപ്പം ഡെഫിനിഷൻ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ബുക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സ്പ്ലനേഷനകത്ത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ പോളാർ ആക്സിസ് ഓഫ് എർത്ത് ഷോർട്ടർ ദാൻ ഇക്വറ്റോറിയൽ ആക്സിസ്. ഓപ്ഷൻസ് എ 42.95 മീറ്റർ, ഡി 95.42 മീറ്റർ, സി 43.5 കിലോമീറ്റർ, ഡി 142.95 കിലോമീറ്റർ. ആൻസർ ഓപ്ഷൻ സി 43.5 കിലോമീറ്റർ. അപ്പം പലരും ഇതിൽ ആൻസർ കണ്ടപാടെ എ കുത്തിയിട്ടുണ്ട്. യൂണിറ്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ യൂണിറ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് മീറ്ററാണ്, നമുക്ക് ആവശ്യമുള്ള കിലോമീറ്ററിലാണ്. അപ്പോൾ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ 43.5 കിലോമീറ്റർ ആണ്. സോ അതാണ് നമ്മൾ സീസ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എറർ ഡ്യൂ ടു അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ഇസ് നോൺ ആസ് ഡാഷ് ഇൻ ലെവലിംഗ്. ഓപ്ഷൻസ് എ ഇൻസ്ട്രുമെന്റൽ എറർ, ബി നാച്ചുറൽ എറർ, സി പേഴ്സണൽ എറർ, ആൻഡ് ഡി എറർ ഇൻ സൈറ്റിംഗ്. ആൻസർ എന്നത് ഓപ്ഷൻ ബി നാച്ചുറൽ എറർ ആണ്. ബുക്കിൽ റെഫറൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25, ഡാഷ് ഇസ് ദ ബ്രാഞ്ച് ഓഫ് ആംഗുലർ സർവേയിങ് ഇൻ വിച്ച് ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസസ് ഓഫ് പോയിന്റ്സ് are obtained by optical means. Options A resection, B traversing, C tachyometry, and D radiation. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ടാക്കിയോമെട്രി ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതും നമ്മുടെ ബുക്കിൽ റെഫറൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 26, ഇൻ ദ കേസ് ഓഫ് പ്രിസ്മോയ്ഡൽ ഫോർമുല ഇറ്റ് ഇസ് നെസസറി ടു ഹാവ് നമ്പർ ഓഫ് സെക്ഷണൽ ഏരിയാസ് ആസ് ഓപ്ഷൻസ് എ ഈവൻ നമ്പേഴ്സ്, ബി ഓഡ് നമ്പേഴ്സ്, സി മാക്സിമം 100, ആൻഡ് ഡി മിനിമം 3. ആൻസർ ഇസ് ഓപ്ഷൻ ബി ഓഡ് നമ്പേഴ്സ്. ഇത് സിംപ്സൺസ് റൂളിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കിതിനും റെഫറൻസ് ഉള്ളതാണ് ബുക്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എമൗണ്ട് ഓഫ് മണി ഇൻക്ലൂഡിംഗ് ഹോൾ ആനുവൽ ഇൻട്രസ്റ്റ് at the prevailing rate of interest which is equal to the net income from the properties. Options A capitalized value, B retainable value, C annuity, and D book value. ആൻസർ ഇസ് ഓപ്ഷൻ എ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. ഡെഫിനിഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇക്വേഷൻ ഒക്കെ ഉണ്ട്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഇൻറ്റു ഐ ഇൻറ്റു 1 is equal to നെറ്റ് ഇൻകം. സോ ഇതിന് നമുക്ക് റെഫറൻസ് ഉള്ളതാണ് ബുക്കിൽ. ക്വസ്റ്റ്യൻ നമ്പർ 28, a person who takes the lease is known as. Options A leaser, B leasee, C owner, and D short term owner. ആൻസർ ഇസ് ഓപ്ഷൻ ബി leasee. ലീസറിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വൺ ഹു ഗീവ് ലാൻഡ് ഓർ പ്രോപ്പർട്ടി ഫോർ ലീസ് ഇസ് നോൺ ആസ് ലീസ്. കൊടുക്കുന്ന ആളാണ് ലീസർ, വാങ്ങിക്കുന്ന ആളാണ് ലീസി. എസ്റ്റിമേഷൻ കോസ്റ്റിങ്ങിനകത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 29, മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഫോർ RCC ആസ് പെർ IS 456/2000 is. Options A M10, B M15, C M20, and D M25. ആൻസർ ഓപ്ഷൻ സി M20. IS 456 ടേബിൾ 5 പറഞ്ഞിട്ടുണ്ട്. മിനിമം കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ M20 ആണെന്നുള്ളത് നമ്മൾ V4 ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അത് പോരാത്തതിന് നമ്മുടെ എക്സ്പ്രസ് റിവിഷൻ, അതായത് മോസ്റ്റ് എക്സ്പ്രസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു യൂട്യൂബിൽ. അതിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ള രീതിക്ക് നമ്മൾ പറഞ്ഞിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 30, the minimum cement content required for M20 grade of concrete in RCC is. Options A 260 kg per meter cube, B 300 kg per meter cube, C 320 kg per meter cube, and D 340 kg per meter cube. Answer is option B 300 kg per meter cube. IS കോഡിലെ ടേബിൾ ഉണ്ട്, നമ്മുടെ ബുക്കിലെ റെഫറൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ എക്സ്പ്രസ് MCQ വീഡിയോയിലും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു പോർഷനെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the phases in the concrete microstructure exercise the greatest influence on mechanical properties of concrete? Options A coarse aggregate, B interfacial transition zone, C hydrated cement paste, and D fine aggregate. Answer is option B interfacial transition zone. അപ്പോൾ ആ സോണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയൊരു സോണാണ്, പക്ഷേ ഇത് സ്ട്രെങ്തിലും പെർമിയബിലിറ്റി കോൺക്രീറ്റിലും ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാകാത്ത സോണാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
needle-shaped solids which appear during the hydration of cement in its microstructure level is called. Options A, trinket, B, bellite, C, calcium silicate hydrate, and D, calcium hydroxide. Answer is option A, trinket. അപ്പം trinket ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, slum value for concrete accepted for ordinary RCC workers. Options A, 150, B, 25, C, 30, and D, 100. Answer is option D, 100. നോർമലി RCC വർക്ക്സിന് യൂസ് ചെയ്യുന്ന ആൻസർ എന്ന് പറയുന്നത് 50 to 100 ആണ്. സോ ഇതിൽ ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് 100 ആണ്. ബാക്കി ഓപ്ഷൻസ് ഒന്നും അതിൽ വരാത്തതുകൊണ്ട് ചലഞ്ച് ഒന്നും പോകില്ല. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ബുക്കിലും റെഫറൻസ് ആയിട്ടുള്ളതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of these cracks are due to externally applied loads and not intrinsic to concrete? Options A, plastic crack, B, early age thermal crack, C, drying shrinkage crack, D, none of the above. Answer is option D, none of the above. Next question, among the tests used for finding tensile strength of concrete, which of the following tests will give largest numerical value? Options A, direct tension test, B, split tensile strength, C, flexure test, D, all the above shows the same result. ആൻസർ എന്നത് ഓപ്ഷൻ സി ആണ്. ഫ്ലെക്സർ സ്ട്രെങ്ത് ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ടുള്ള വാല്യൂ തരുന്നത്. നമുക്ക് അതിൻ്റെ ഓരോ സ്ട്രെങ്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. ഫ്ലെക്സർ സ്ട്രെങ്ത് 0.7 റൂട്ട് എഫ് സി കെ, സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് 0.5 റൂട്ട് എഫ് സി കെ, ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത് 0.35 റൂട്ട് എഫ് സി കെ. ഇതിനും നമ്മളെ ബുക്കിൽ റെഫറൻസ് ഉള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം കാർബൺ കണ്ടന്റ് ഫോർ മീഡിയം കാർബൺ സ്റ്റീൽ ഇസ്. ഓപ്ഷൻ എ 0.7%, ബി 0.8%, സി 0.9%, ആൻഡ് ഡി 1%. ആൻസർ ഇസ് ഓപ്ഷൻ എ 0.7%. പല ടൈപ്പ് സ്റ്റീലുകൾക്കുള്ള പെർസെൻറ്റേജ് നമ്മൾ തന്നിട്ടുണ്ട്. ലോ കാർബണിന് 0.1 to 0.25%, മീഡിയം കാർബൺ 0.25 to 0.7, ഹൈ കാർബൺ 0.7 to 1.4%. Next question, the vertical component of a panel door on which the lock and L drop is placed is called. Options A, lock rail, B, lock style, C, lock panel, and D, mid rail. Answer is option B, lock style. ഇപ്പോൾ ലോക്ക് റെയിൽ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മെമ്പർ ഫോർ ലോക്ക് ആൻഡ് ആൽ ഡ്രോപ്പ് ആണ്. ലോക്ക് റെയിൽ എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ലോക്ക് സ്റ്റൈലാണ്. ഈ ക്വസ്റ്റ്യനും നമ്മൾ ചാപ്റ്റർ 10 എക്സ്പ്ലനേഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുക്കിനകത്തുള്ള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ IS 399/1963 classification of commercial timbers and their zonal distribution, weight per cubic meter of various timber is standardized at dash moisture content. Options A 6%, B 8%, C 10%, and D 12%. Answer is option D, 12%. സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ്, ദ കോമ്പൗണ്ട്സ് ഇൻ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. ഓപ്ഷൻ C3S, C2S, C3A, C4AF, B, C2S, C3S, C3A, C4AF, C, C2S, C3S, C4AF, C3A, D, C3S, C2S, C4AF, C3A. നമുക്കിതിൽ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. അപ്പം കോമ്പോസിഷൻ ഓഫ് ബോക്സ് ഫോം ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് എന്ന് പറയുന്നത് C3S 54.1, C2S 16.6, C3A 10.8, C4AF 9.1. റെഫറൻസ് നമ്മൾ എടുത്തിരിക്കുന്നത് കോൺക്രീറ്റ് ടെക്നോളജി ബൈ MS ഷെട്ടി എന്നാണ്. ഓക്കെ, V4 സിവിൽ ടെക്സ്റ്റിലും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ അവൈലബിൾ ആണ്. Question number 40, the innermost central portion of a tree of trees. Option A, pith, B, hardwood, C, sapwood, and D, cambium layer. Answer is option A, pith. Building materials നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. Question number 41, during the setting and early hardening period, its first 24 hours of Portland cement, the heat liberation rate is. Option A, increases linearly from 0 to peak. B, peak at the start, then decreases before increasing again to the second peak and then decreasing again. C, starts near 0 at the start and gradually increases the peak, then decreases. D, peak at the start, then keep decreasing. ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നോർമലി സിമെൻറ്റുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഉള്ള ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം ആദ്യം ഒരു പീക്ക് ഉണ്ട്, അതിനുശേഷം ഇത് കുറഞ്ഞു വന്ന് വീണ്ടും ഒരു പീക്കായി പിന്നെ ഗ്രാജുവലി കുറഞ്ഞു പോകുന്നതാണ് കാണുന്നത്. അതിൻ്റെ ഓരോ കമ്പോണൻറ്റ് ഏത് കമ്പോണൻറ്റ് കാരണമാണ് ഈ ഹീറ്റ് എവല്യൂഷൻ എന്നുള്ളതാണ് എക്സ്പ്ലനേഷനിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മിനറൽ ആഡ്മിക്സർ? ഓപ്ഷൻ എ, ഫ്ലൈ ആഷ്, ബി, സിലിക്ക ഫ്യൂം, സി, റൈസ് ഹസ്ക് ആഷ്, ആൻഡ് ഡി, സൂപ്പർ പ്ലാസ്റ്റിസൈസർ. ആൻസർ ഇസ് ഓപ്ഷൻ ഡി, സൂപ്പർ പ്ലാസ്റ്റിസൈസർ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ബുക്കിൽ റെഫറൻസ് ഉള്ളതാണ്. Next question, in a ferrocement construction, what is the reinforcement? Options A, 8 mm rod, B, 6 mm rod, C, 4 mm rod, and D, wire mesh. Answer is option D, wire mesh. കുറച്ച് തിയറി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വയർ മെഷ് ആണ് നമ്മൾ ഫെറോസിമെന്റിൽ യൂസ് ചെയ്യുന്നത്. Question number 4, out of the court dispute resolution in construction project does not include. Options A, arbitration, B, conciliation, C, mitigation, and D, litigation. Answer എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, litigation.
അപ്പോൾ ആർബിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ച്വൽ ഫോം ഓഫ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആണ്. പ്രൊവൈഡ്സ് ഡിറ്റർമിനേഷൻ ഡിസ്പ്യൂട്ട് ഫോർ തേർഡ് പാർട്ടി, മൂന്നാമതൊരാൾ വന്നിട്ടാണ് ഇത് സോൾവ് ചെയ്യുന്നത്. കോൺസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടീസ് അഗ്രി ടു അറ്റംപ്റ്റ് ടു റിസോൾവ് ദ ഡിസ്പ്യൂട്ട് ത്രൂ കോൺസിലേഷൻ. ഇനി മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ന്യൂട്രൽ ആയിട്ടുള്ള തേർഡ് പാർട്ടി പ്രകാരമുള്ള റെസൊല്യൂഷനാണ് മീഡിയേഷൻ എന്നത്. ലിറ്റിഗേഷനാണ് എൻഗേജിങ് ഇൻ ഓർ കണ്ടസ്റ്റിംഗ് ലീഗൽ ആക്ഷൻ ഇൻ എ കോർട്ട് ആസ് എ മീൻസ് ഓഫ് റിസോൾവിംഗ് ഓഫ് ഡിസ്പ്യൂട്ട്. അത് നമ്മുടെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 45. TMT in TMT steel bars stand for. Options A, thermomechanically treated, B, twisted, mild tempered, C, temperature maintained twisted, and D, torsion maintained treated. Answer is option A, thermomechanically treated. Simple question ആണ്, ബുക്കിൽ റെഫറൻസ് ഉള്ളതാണ്. Question number 40. Which of the following is not the direct cost of accident? Options A, medical care expenses, B, insurance premium, C, workman's compensation cost, D, cut down of cost of slowdown in operation. Answer is option D ആണ്, cost of slowdown operation ആണ് ഇതിൽ വരാത്ത ക്വസ്റ്റ്യൻ. The compound responsible for early setting of cement is options A, tricalcium silicate, B, dicalcium silicate, C, tricalcium silicate, and D, tetracalcium aluminum ferrate. Answer is option A, tricalcium aluminate. Reference ബുക്കിലുള്ളതാണ്. Question number 48. In construction material management and procurement, what is the planned wastage for cement? Options A, 2%, B, 5%, C, 10%, and D, 3%. Answer is option A, 2% is planned wastage of cement. Next question. Which of the following is not related to the quality assurance in construction? Answers. Options A, concrete mix design, B, sampling testing of steel, C, testing of cement, D, sampling of concrete during placing. Answer is option D. അപ്പം ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് ക്വാളിറ്റി അഷുറൻസിൽ ഇല്ലാത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 50. The total indirect cost of a project includes options A, overheads plus outage loss plus labor charge, B, overheads plus outage loss, C, outage loss plus managerial cost, D, stationary cost plus office cost. So the answer is option B, overhead plus ഔട്ടേജ് ലോസ്. ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് തീർക്കാനുള്ള കോസ്റ്റുകളാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ഫിനാൻഷ്യൽ ഓവർ ഹെഡ്, കോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതൊക്കെയാണ് നമ്മളെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഔട്ടേജ് ലോസും ഓവർ ഹെഡും ഒക്കെയാണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 51. As per IS 456, pedestal is a vertical compression member whose effective length is options A, less than 2 times lateral dimension, B, less than 3 times lateral dimension, C, less than 4 times its least lateral dimension, and D, less than 12 times its least lateral dimension. Answer is option B, less than 3 times its lateral dimension. ആണ് നമ്മുടെ pedestal definition തന്നെയാണ് ഇതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 52. The shear strength of a reinforced concrete beam depends upon options A, steel reinforcement, B, area of cross section, C, grade of concrete, and D, all the above. Answer is option D, all the above. Next question. As per IS 456, the maximum cross sectional area of longitudinal bars in an RCC column is cross sectional area. AG is option A, 6%, B, 5%, C, 3%, D, 1%. Answer is option A, 6%. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. നമ്മുടെ RCCയുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് അതേപോലെ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For footings, concrete sections of thickness greater than 1 meter, the nominal reinforcement per meter length in each direction on each face shall be options A, 360 mm square, B, 380 mm square, C, 400 mm square, and D, 420 mm square. Answer is option A, 360 mm square. IS കോഡിലെ ഒരു ക്ലോസ് ഇതിൽ അതേ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് അതേപോലെ ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 55. For limited method of design, the permissible bearing stress on full area of concrete shall be options A, 0.25 FCK, D, 0.3 FCK, C, 0.35 FCK, and D, 0.45 FCK. So the answer is option D, 0.45 FCK. Question number 56. The ratio of design strength of a tied reinforced RCC column to a spiral reinforced RCC column is options A, 0.95, B, 1, C, 1.1, and D, 1.5. Answer is option A, 0.95. നമുക്കറിയാം സ്പൈറൽ ആയിട്ടുള്ള റീൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്ട്രെങ്തിന്റെ കേസിൽ ഒരു 5% എക്സ്ട്രാ ആയിട്ട് കൊടുക്കും. അപ്പോൾ 0.95 മീൻസ് 1/1.05 ചെയ്യുമ്പോൾ നമുക്ക് 0.952 കിട്ടും. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ എ കോളം വിത്ത് ഡയമീറ്റർ 180 mm and reinforcing bars 12 mm, the minimum possible clear cover is options A, 20, B, 25, C, 30, and D, 40 mm. Answer is option B, 25 mm.
സോ നമ്മൾ IS കോഡിൽ ക്ലോസ് 26.4.1 പേജ് 46 ഇൻ കേസ് ഓഫ് കോളംസ് of minimum dimension of 200 mm or under whose reinforcement bar do not exceed 12 mm a nominal cover of 25 mm may be used. അത് നമ്മൾ IS കോഡിൽ പറയുന്ന ഒരു ക്ലോസ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ number 15. As per IS 456, the structure shall have a factor of safety against sliding not less than options A 1.2, B 1.3, C 1.4 and D 1.5. ആൻസർ ഓപ്ഷൻ സി ആണ്. ഇത് IS കോഡിൽ അതേ ഒരു ക്ലോസ് അതേപോലെ തന്നെ ചോദിച്ചിരിക്കുന്നതാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 59. ഫോർ ബ്രേസ് കോളം ദ എഫക്റ്റീവ് ലെങ്ത് ബിറ്റ്വീൻ ഓപ്ഷൻസ് L and 2L, B 0.5L and 2L, C 0.5L and D 0.5 and 1.5. Answer is option C 0.5L and L. The next question. An RCC water tank to be designed for a volume of 25 m3 not located in coastal area. As per Indian standards, the minimum possible grade of concrete is option A M20, B M25, C M30 and D M35. Answer is option B M25. അപ്പം IS 337 ലിക്വിഡ് റിട്ടേൺ സ്ട്രക്ചേഴ്സിൻ്റെ കോഡ് പ്രകാരമുള്ള ഒരു ടേബിളാണിത്. അപ്പം അതിൽ സ്മോൾ കപ്പാസിറ്റി ടാങ്ക്സ് അപ്പ് ടു 50 m3 ആണെങ്കിൽ അതിൽ M30 കോൺക്രീറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് M25 വരെ കൊടുക്കാം എന്ന് പറയുന്നത്. പക്ഷേ ഒരു എക്സ്പെഷ്യൽ കേസാണ് ഇത്. കോസ്റ്റൽ ഏരിയസ് പറ്റില്ല. ആ ഒരു സബ് ക്ലോസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 61. As per IS 337, the parts of RC structure retaining the liquid or enclosing the space above the liquid shall be considered as a subjected to at least options A mild exposure condition, B moderate exposure condition, C severe exposure condition, D very severe exposure condition. ആൻസർ ഇസ് ഓപ്ഷൻ സി സിവിയർ എക്സ്പോഷർ കണ്ടീഷൻ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് എക്സ്പോഷർ കണ്ടീഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ വരുന്ന രീതിക്ക് നമ്മുടെ RCCയുടെ ക്വസ്റ്റ്യൻ മീൻസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്പ്രസ് റിവിഷനകത്ത്. അതുപോലെ തന്നെ ഇത് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 62. ദ മിനിമം റീഇൻഫോഴ്സ്മെന്റ് റിക്വയർഡ് ഫോർ RCC ടാങ്ക് വാൾസ് യൂസിംഗ് മൈൽഡ് സ്റ്റീൽ ഇസ് ഓപ്ഷൻസ് A 0.60%, B 0.35%, C 0.15% and D 0.12%. ആൻസർ ഇസ് ഓപ്ഷൻ A 0.60%. IS കോഡിൽ ഒരു ക്ലോസ് അതേപോലെ ചോദിച്ചിരിക്കുകയാണ് ഇതും. The next question is number 63. The minimum eccentricity to be considered in design of a long RCC column is options A 25 mm, B 20 mm, C 10 mm and D 5 mm. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 20 mm വളരെ സിമ്പിൾ, നമുക്ക് ആൻസർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 64. For pre-tension pre-stressed concrete, the grade of concrete shall not be less than options A M45, B M40, C M35, D M30. ആൻസർ ഇസ് ഓപ്ഷൻ B M40 ആണ്. നമ്മുടെ V4 സിവിൽ ബുക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ RCCയുടെ വീഡിയോയിലും ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്ന രീതിക്കുള്ള ടേബിൾ ഞാൻ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 65. Which the following is not a cause for immediate loss in the case of pre-stressed concrete? Options A elastic shortening, B friction, C anchorage slip and D relaxation. Answer is option D relaxation. The short term pre-stress loss ആണ് ഇലാസ്റ്റിക് ഷോർട്ടനിങ്, ഫ്രിക്ഷൻ ലോസ്, ആംഗിൾ സ്ലിപ്പ് എന്ന് പറയുന്നത്. ലോങ് ടേം ആണ് ക്രീപ്പ്, ഷ്രിങ്കേജ് ലോസ്, റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A post-tension pre-stressed concrete beam consists of a single tendon of area 100 mm square. If the stress in the concrete at the level of steel is 6 Newton per mm square and the modular ratio is 6, the loss in pre-stress due to elastic shortening is option A 6 Newton per mm square, B 36 Newton per mm square, C 1 Newton per mm square and D 0 Newton per mm square. Answer is option D 0 Newton per mm square. അപ്പോൾ ഇതിൽ ഒരൊറ്റ സിംഗിൾ ടെന്നേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇലാസ്റ്റിക് ഷോർട്ടനിങ് കാരണം ഉണ്ടാകുന്ന ലോസ് 0 ആയിരിക്കും. Next question. The level of pre-stressing in a beam is such that no tensile stress is allowed in concrete under service loads. As for IS 1340, the classification of beam is options A type 1, B type 2, C type 3 and D type 4. Answer is option A type 1. IS 1340 ക്ലോസ് അതേപോലെ ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 പല ടൈപ്പ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 68. In a bolted connection, the center to center distance between individual fasteners in a line in the direction of load is called. Option A gauge distance, B edge distance, C pitch and D limiting distance. Answer is option C pitch. ഫിഗർ പ്രകാരം നമ്മുടെ ബുക്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. As for IS 800, the partial safety factor for materials gamma m is in the range of options A 1.1 to 1.5, B 1 to 1.25, C 1.25 to 2 and D 1 to 1.5. Answer is option A 1.1 to 1.5. അപ്പം IS 800 ടേബിൾ 5 page 30 നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 1.1 to 1.5 ആണെന്ന്. Sin number 70. When the length of a connection increases, the shear lag effect. Options A increases, B decreases, C has no change and D none of the above. Answer is option B
decreases. So the next question, 71. The geometric increase method of population forecasting is based on the assumption that growth rate is progressively increasing, B, growth rate is constant, C, percentage growth rate is increasing, and D, percentage growth rate is constant. Answer is option D, percentage growth rate is constant. അപ്പോൾ ഈ ഒരു മെത്തേഡ് പ്രകാരം പെർ ഡെക്കേഡ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഗ്രോത്ത് പെർസെൻറ്റേജ് അസ്യൂം ടു ബി കോൺസ്റ്റന്റ്. എന്നാലും നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എൻവയോൺമെൻറ്റിൽ നമ്മൾ ഈ ക്വസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Question number 72. Hardy-Cross method consists of assuming a distribution of flow in the network in such a way that options A, the principle of continuity is satisfied with each joint, B, the principle of continuity is satisfied with each junction, C, there can be discontinuity in pressure, D, there can be discontinuity in velocity. Correct answer ആണ് ഓപ്ഷൻ ബി ആണ്. സിമിലർ ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടായിരുന്നു ബുക്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in slows and filters the effective size of filters and ranges between options A 4 to 4.75, B 2 to 4, C 0.2 to 0.4 mm, D 0.05 to 1 mm. The answer is option C ആണ് 0.2 to 0.4 mm. The next question, the equalization tanks are provided. Options A, to balance head loss, B, for removing bigger suspended matter and sewage, C, to balance fluctuating flows or concentrations, D, none of the above. Answer is option C, to balance fluctuating flows or concentrations. So the next question, which of the following is not a method for disinfections? Answer options A, boiling, B, ozone treatment, C, chlorination, and D, flocculation. നമുക്ക് വരുന്ന ആൻസർ ഓപ്ഷൻ ഡി, ഫ്ലോക്കുലേഷൻ ആണ്. ബാക്കിയെല്ലാം നമുക്കറിയാം ഡിസിൻഫെക്ഷൻ ഉള്ള മെത്തേഡ്സ് ആണ്. Population equivalent is a measure of options A, population growth, B, purity of water, C, strength of sewage, and D, none of the above. Answer is option D, strength of sewage. നമുക്കറിയാം സ്റ്റാൻഡേർഡ് BOD ഓഫ് ഇൻഡസ്ട്രിയൽ സീവേജ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് BOD ഓഫ് ഡൊമസ്റ്റിക് സീവേജ് പെർ പേഴ്സൺ പെർ ഡേ ഇൻറ്റു പോപ്പുലേഷൻ ഇക്വലൻ്റ് ആണെന്നുള്ളത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അക്വാട്ടിക് ലൈഫ് ഇൻ എ സ്ട്രീം ബിഗിൻ ടു ബി റെഡ്യൂസ് as dissolved oxygen drops below 0.4 mg per liter, B 4 mg per liter, C 10 mg per liter, and D 12 mg per liter. Answer is option B, 4 mg per liter. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ number 78. The capacity of a primary settling tank to treat a sewage of 12 million liters per day by assuming a detention period of 2 hours is options A 200 m3, B 100 m3, C 2000 m3, and D 1000 m3. So answer is option D, 1000 m3. ഇത് ചെയ്യാനുള്ള വഴി നമുക്ക് തന്നിട്ടുണ്ട്. ഡിറ്റൻഷൻ ടൈം തന്നിട്ടുണ്ട്, എത്രയാണ് 2 hours ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ വോളിയം ഉണ്ട് 12 million liters per day. നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും 1000 m3, അതല്ലെങ്കിൽ 1 million liters. Next question, in an Imhoff tank, the incoming sewage is options A, allowed to mix with settled sludge, B, not allowed to mix with settled sludge, C, allowed to mix with activated sludge, and D, not allowed to mix with activated sludge. Answer is option B, not allowed to mix with settled sludge. അപ്പോൾ ഇൻഹോഫ് ടാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇംപ്രൂവ്ഡ് സെപ്റ്റിക് ടാങ്ക് ആണ്, 2 ചേമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇറ്റ്സ് നോട്ട് അലൗഡ്, ഇൻകമിങ് സീവേജ് എന്ന് പറഞ്ഞാൽ സെറ്റിൽ സ്ലജുമായിട്ട് മിക്സ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ അപ്വേർഡ് ഫ്ലോ എനറോബിക് സ്ലഡ്ജ് ബ്ലാങ്കറ്റ് റിയാക്ടർ ദ റേഷ്യോ ഓഫ് റിയാക്ടർ വോളിയം ടു ദ ഫ്ലോ റേറ്റ് ഇസ് കോൾഡ്. ഓപ്ഷൻ സി, ഹൈഡ്രോളിക് റിട്ടൻഷൻ ടൈം, ബി, സോളിഡ് റിട്ടൻഷൻ ടൈം, സി, സ്ലഡ്ജ് റിട്ടൻഷൻ ടൈം, ആൻഡ് ഡി, ബ്ലാങ്കറ്റ് റിട്ടൻഷൻ ടൈം. ആൻസർ ഓപ്ഷൻ എ, hydraulic retention time. Definition ആണ്. The next question, determine the coefficient of permeability of a soil in a concentrated permeability test in which the distance between piezometer tapings is 120 mm. Area of test sample is 100 m square. The difference of water levels in piezometer is 60 mm. 600 ml of water is collected in 300 seconds during the test. Options A 0.01, B 0.04, C 0.06, and D 0.09. Answer is option B, 0.04. നമുക്ക് permeability equation അറിയാം, K is equal to QL by AST. Q ഉണ്ട്, ലെങ്ത് ഓഫ് സാമ്പിൾ ഉണ്ട്, ഏരിയ ഫ്ലോഷൻ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ആൻസർ 0.04 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എഫക്റ്റീവ് സ്ട്രെസ് അറ്റ് ദ ബോട്ടം ഓഫ് എ സാൻഡ് ഡെപ്പോസിറ്റ് ഓഫ് തിക്നെസ് 8 meter, ദ വാട്ടർ ടേബിൾ is at the middle of sand deposit. Take gamma equal to 18 kN per meter cube, gamma saturated is equal to 20 kN per meter cube, and gamma W is equal to 10 kN per meter cube. Options A 152, B 132, C 112, and D 102. Answer is option C 112. നമുക്ക് 4 meter വരെയുള്ള ഗാമ അറിയാം, അതിനുശേഷം ഗാമ സബ്മേർജ് ആണ്. നമുക്കിവിടെ ചോദിക്കുന്ന എഫക്റ്റീവ് പ്രഷറാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്, 112 വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്ലേ ലെയർ ഓഫ് 6 meter thick subjected to a pressure of 60 kN per meter square. It's a layer of double drainage and undergoes 50% consolidation in 1 year. Determine the coefficient of consolidation in m square per year.
take TB is equal to 0.196. Options A 1.764, B 1.25, C 0.112 and D 0.156. Answers option A 1.764. ഇപ്പോൾ ടി വി ഇക്വേഷൻ നമുക്കറിയാം CV dt by CV into T by D square. ടൈം ഫാക്ടർ വന്നിട്ടുണ്ട് 0.16. കൺസോൾട്ടേഷൻ ടൈം വന്നിട്ടുണ്ട്. ഡബിൾ ഡ്രെയിനേജ് ആണ്, അപ്പോൾ 6/2 എടുക്കണം. ബാക്കി നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ 1.764 എന്ന് കിട്ടും. സോ ഈസി ക്വസ്റ്റൻ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ number 84. The Taylor stability chart are based on the total stress using options A Bishop's method, B friction circle method, C phi equal to 0 analysis and D none of the above. Answer is option B friction circle method. നമുക്ക് Taylor stability method ഉണ്ട്. ആ Taylor stability number എന്ന് പറയുന്നത് SN is equal to C by FC into gamma H, where F is the factor of safety, C is the coefficient of soil, and gamma is unit of soil, and H is the height of slope. Next question 85. The curve joining points of equal stress intensity is called options A isotones, B isochromes, C isoheights and D isobars. Answer is option D isobars. Isobar equal stress intensity, isotone atoms the same number of neutrons, isochron curve joining same time of concentration, isoheight curve joining same rainfall depth. So number 86. What is the intensity of vertical stress in kilonewton per meter square below a point of 500 kilonewton at a depth of 5 meter? Options A 8.54, B 10.43, C 9.55 and D 6.22. So നമുക്ക് ആൻസർ is option C. സോൾവ് ചെയ്യുന്ന ഇക്വേഷൻ 3q by 2 pi z square. Z അറിയാം, Q അറിയാം. ഡയറക്റ്റ് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ 9.55 kilonewton per meter square കിട്ടും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ജിയോ ടെക്നിക്കൽ ഉണ്ടായിരുന്നു, പല ക്വസ്റ്റ്യൻസും ഉണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയാത്തത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 87. Determine the total lateral earth pressure at rest in kilonewton on a retaining wall of height h. Take gamma equal to 17 kilonewton per meter cube, A0 equal to rest is equal to 0.5. Assume water table is below 5 meter. Options A 106.25, B 110.54, C 102.32 and D 115.12. Answer is option A 106.25. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ. P is equal to A0 gamma square by 2. A0 തന്നിട്ടുണ്ട്, ഗാമ ഉണ്ട്, H ഉണ്ട്, സിമ്പിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ 106.25 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following are the wrong assumptions among Terzaghi's bearing capacity theory? ഒന്നാമത്തത് base of the footing is smooth. 2 footing is laid at a shallow depth. 3 footing is short, that is L by B ratio is finite. Options A 1 only, B 1 and 2, C 1 and 3 and D 1 and 2. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 1 and 3 ആണ് റോങ് അസംഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് അസംഷൻ, കറക്റ്റ് അസംഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. Terzaghi's bearing capacity theory പ്രകാരം base of the footing is rough, footing is laid at a shallow depth, the shear strength of the soil above the base of the footing is neglected, load on the footing is vertical and uniformly distributed, footing is very long, and D in 6 the shear strength of soil is governed by Morse Coulomb equation. ഈ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ജിയോ ടെക്നിക്കലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അസംഷൻ ഇസ് സ്ട്രോങ് ഫോർ ദ ഡിസൈൻ ഓഫ് സ്ട്രാപ്പ് ഫൂട്ടിംഗ്? ഓപ്ഷൻ എ സ്ട്രാപ്പ് ഇസ് പെർഫെക്റ്റ്ലി റിജിഡ്, ബി ഇന്റീരിയർ ഫൂട്ടിംഗ് ഇസ് എക്സെൻട്രിക്കലി ലോഡഡ്, സി സ്ട്രാപ്പ് ഇസ് വെയ്റ്റ്ലെസ് and D soil pressure is uniform beneath each individual footing. Answer is option B interior footing is eccentrically lowered. ഇതാണ് റോങ് ആയിട്ടുള്ള അസംഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈബ്രോ ഫ്ലോട്ടേഷൻ ടെക്നിക് ഇസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ കോമ്പാക്ടിംഗ്. ഓപ്ഷൻസ് എ ക്ലേസ്, ബി സിൽ, സി ലൂസ് സാൻഡി സോയിൽ ആൻഡ് ഡി ഓർഗാനിക് സോയിൽ. ആൻസർ ഇസ് ഓപ്ഷൻ സി ലൂസ് സാൻഡി സോയിൽ. Question number 91. What is the lag distance required in meters to stop a vehicle moving at a design speed of 60 km per hour if the reaction time of the driver is 2.5 seconds? Options A 50.5, B 45.8, C 35.5 and D 41.7. Answer is option D 41.7. So stopping state distance എന്ന് പറയുന്നത് ലാഗ് ഡിസ്റ്റൻസും ബ്രേക്ക് ഡിസ്റ്റൻസും സമ്മാണ്. ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ റിയാക്ഷൻ ടൈം. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ലാഗ് ഡിസ്റ്റൻസ് ആണ്, സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ ഉണ്ട്. സോ നമുക്ക് നോർമൽ ഇക്വേഷൻ്റെ 0.27 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഡയറക്റ്റായിട്ട് നമുക്ക് ആൻസർ കിട്ടും. സോ ദ ആൻസർ ഇസ് 41.61, ദാറ്റ്സ് റൗണ്ടഡ് ഓഫ് ടു 41.7. ആൻസർ ഇസ് ഓപ്ഷൻ ഡി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if a road has a width of 7 meter on a horizontal curve radius 200 meter, what is the mechanical widening required in the meters of the curve? Assume the longest wheelbase as 6 meter. Options A 0.12, B 0.18, C 0.35 and D 0.43. Answer is option B 0.18. മെക്കാനിക്കൽ വൈഡനിങ് എന്ന് പറഞ്ഞാൽ NL²/2R ആണ്. അതിൽ വിഡ്ത്ത് ഓഫ് റോഡ് 7 മീറ്റർ ഉണ്ട്. സോ 2 ലൈൻ റോഡാണ്, നമുക്ക് N2 ആയിട്ട് അസ്യൂം ചെയ്യാം. സോ ഇക്വേഷൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. 2 × 6² 200 നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് 0.18 മീറ്റർ ആയിട്ട് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ 93. വാട്ട് ഇസ് ദ ടെസ്റ്റ് ടെമ്പറേച്ചർ ഓഫ് ഡക്ടിലിറ്റി ടെസ്റ്റ് ഓഫ് ബിറ്റ്വീൻ? ഓപ്ഷൻസ് എ 27 degrees Celsius, B 25 degrees Celsius, C 5 degrees Celsius and D 40 degrees Celsius.
ആൻസർ എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് IS കോഡ് പ്രകാരം IS കോഡിൽ ഏറ്റവും ആദ്യത്തെ കോഡിൽ 27 തന്നെ ആയിരുന്നു. പക്ഷേ പിന്നീട് 2004 ഒരു അമെൻമെൻറ്റ് വന്നു. ആ അമെൻമെൻറ്റ് പ്രകാരം നമ്മൾ വാല്യൂ 25 ±0.5 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ട്. പല ടെസ്റ്റുകളിലും ഇത് 27 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഈവൻ നമ്മുടെ ലാബുകളിൽ നമ്മൾ ചെയ്യുമ്പോൾ 27 ആയിട്ടാണ്. പക്ഷേ ഈ അമെൻമെൻറ്റ് നമ്മളെ കോഡിൽ വന്നിട്ടുണ്ട്. സോ ഇനി PSC ഫൈനൽ കീ ആൻസർ പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനൽ കീ പറയാം. നെക്സ്റ്റ് question number 94. If the mean of the maximum daily temperature is 47.54 degrees Celsius and the mean of the average daily temperature is 25.25 degrees Celsius for the hottest month of the year, what is the airport reference temperature? Options A 40.25, B 39.5 degrees Celsius, C 21.15 and D 32.68. So the answer is option D. എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T1 + T2 - T1/3. അപ്പോൾ നമുക്ക് T2ഉം T1 തന്നിട്ടുണ്ട്. T2 എന്ന് പറയുന്നത് 47.54 ആണ്, T1 എന്ന് പറയുന്നത് 25.25 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും 32.68 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ number 95. What is the equivalent count in centimeter required for 5 degree curve meter gauge track if the maximum speed permitted is V km/h? Option A V square by 450.12, B V square by 436.88, C V square by 425.11 and D V square by 420.12. Answer is option B. ഇതിൽ E = G V square 127 R. G എന്ന് പറഞ്ഞാൽ ഗേജ് ആണ്. ഡിഗ്രി ഓഫ് കർവ് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റേഡിയസ് ഉണ്ട്, നമുക്ക് ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം. 1720/d ചെയ്തിട്ട് റേഡിയസ് കിട്ടും. ബാക്കി ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ V square by 436.88 cm എന്ന് പറഞ്ഞ് കിട്ടും. നെക്സ്റ്റ് question number 96. CBI method of flexible payment design is based on options A strength parameters of trade soil, B design traffic, C both A and B and D none of the above. Answer is option C. Next question. What is the basic capacity in vehicles per hour of a traffic lane with a design speed of 60 km and stopping side distance of 54 meter if the average length of the vehicle is assumed as 6 meter? Options A 500, B 1500, C 2000 and D 1000. Answer is option D 1000. ബേസിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ട്രാഫിക് ഡെൻസിറ്റി ഇൻറ്റു സ്പീഡാണ്. സ്പേസ് ഹെഡ് വേ എന്ന് പറയുന്നത് L + SSD ആണ്. നമുക്ക് 60 ഉണ്ട്. സോ ട്രാഫിക് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 1000 ബൈ സ്പേസ് ഹെഡ് വേ. അപ്പോൾ ബേസിക് കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ക്വസ്റ്റൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 1000 vehicles per hour എന്ന ആൻസർ കിട്ടും. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 98. Which are the airplane rules adopted for height zoning? Options A 45 degree and 63.5 degree, B 42 and 62.5 degree, C 42 and 61.5 degree, D 40 and 60.5 degree. Answer is option A 45 and 63.5 degrees. അപ്പോൾ ഇത് ബേസിക്കലി ഈ സോണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ഹൈറ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് ആണെങ്കിൽ തൊട്ടടുത്തുള്ള ബിൽഡിങ്സിന് സൺലൈറ്റോ അല്ലെങ്കിൽ സൺഷൈനോ ഒന്നും കിട്ടില്ല. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ എയർപ്ലെയിൻസിൻ്റെ ഭാഗത്തുമൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു ഹൈറ്റ് സോണിങ്ങിന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സോ ആൻസർ ഇസ് 45 and 63.5 ആണ് ആൻസേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഗെറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് ഗാർഡൻ സിറ്റി with the 3 magnets, namely non town magnet, country magnet and third magnet, which attractive features of both town and country? Options A Ebenezer Howard, B Sir Patrick Geddes, C Clarence Steen and D Lake Orbison. Answer is option A Ebenezer Howard. Last question. The taxiway markings are painted with color. Options A white, B red, C green and D yellow. Answer is option D yellow. റൺവേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് ആയിട്ട് കാണാം. സോ നമുക്ക് വളരെ നീളം കൂടിയൊരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. സോ താങ്ക് യു.